മിഴിമുന കൊണ്ട് നെഞ്ചിൽ എന്നെ പേടിപ്പിക്കില്ല കേട്ടോ. ഞാൻ കുറെ പേടിപ്പിച്ചു കേട്ടടാ. എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. മോനെ ഇത് തിന്നു മോനെ. ഇതൂടെ കഴിച്ചിട്ട് പോ. ഇതൂടെ കഴിച്ചിട്ട് പോ മോനെ. അങ്ങോട്ട് പോയ മാക്കം പിടിക്കൂട്ടോ. ചക്കരമുത്ത് പഞ്ചാരമുത്ത് അച്ഛന്റെ മുത്ത്. അങ്കിളാണോ എന്റെ അച്ഛൻ? വലിയ വായാണോ കൊച്ചു വർത്താനം പറയുന്നത്? ഇതൊന്നും പറയണേ കേട്ടോ. അവനോടെ സ്നേഹത്തിൽ ഒന്നും സംസാരിക്കരുതും. അതെന്നാ? അവൻ ഫുഡൊന്നും കഴിക്കുന്നില്ല. അയ്യോ. ആ അവനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടേര്. പേടിപ്പിക്കണം. ഇപ്പൊ പേടിപ്പിക്കാം. നീ പുട്ട് കഴിഞ്ഞല്ലേ? പുട്ടില്ലടാ. എന്താണോ നിനക്ക് പുട്ട്? ഒരു കുറ്റി പുട്ടിന്റെ അത്ര നിനക്ക് രണ്ടു കുറ്റി പുട്ട് എന്താടാ? നിന്റെയൊക്കെ പ്രായത്തില് ഞാൻ പുട്ടും പഴവും തിന്നിട്ടുണ്ട് അറിയാമോ? കൊന്നോളതില്ലേ? ഡോ താനെന്തിനാണ് എന്റെ കൊച്ചിനെ പേടിപ്പിച്ചേ? എന്നെ പേടിപ്പിക്കാൻ പഠിപ്പിക്കില്ല കേട്ടോ. ഞാൻ കൊറേ പേടിപ്പിച്ചിട്ടുള്ളതല്ല. എല്ലാരും പേടിപ്പിക്കുന്നതൊക്കെയല്ല ഞാൻ പേടിപ്പിക്കുന്നത്. ഞാൻ പേടിപ്പിച്ച ശരിക്കും പേടിക്കും അറിയാമോ? ഇല്ല ഞാൻ പേടിപ്പിക്കും. എന്നെ അറിയാൻ പോലെ കേട്ടോ. കേട്ടടി ചേട്ടാ. ഓ കേട്ടോ. ഇങ്ങോട്ടൊന്ന് വന്നേ. ആ തിരുമോന്തൊന്ന് കാണട്ടെ. ഡോ എന്റെ ചേട്ടൻ ആരാന്ന് തനിക്കറിയാവോടോ? നിന്റെ ചേട്ടൻ ആരാണ് എനിക്കെന്താ? കളിച്ച് കളിച്ച സാർ വീട്ടിൽ കയറിയാണ്ടോ കളിക്കുന്നേ? സാറേ ഈ കൊച്ചെന്നെ പേടിപ്പിക്കുന്നു. ഞാനല്ലേ പേടിപ്പിച്ചേ? ഇയാളെ എന്നെ പേടിപ്പിച്ചേ. എന്തോ ദൈവമേ, ഈ ചെറുക്കൻ കള്ളം പറയും. മോനെ കള്ളം പറയില്ല, കണ്ണുകൂട്ടി പറയാവോ? സാറേ ഇവൻ നുണ പറയും. ഇവനെ അറസ്റ്റ് ചെയ്യും സാറേ. ഇവനെയോ? ഇവനെ പേടിച്ചു പോയല്ലോടാ. കല്യാണം എന്തോന്ന് ഈ സ്റ്റൂളിലോട്ട് വരുന്ന വഴിക്കേ. സ്റ്റൂളല്ല, സ്റ്റൂളിലോട്ട്. എടാ സ്റ്റൂളല്ല, അക്ഷരസ്ഫുടത വേണം. സ്റ്റൂള് വരുന്ന വഴിക്കേ ഒരു കുട്ടി ആനയുടെ പാല് കുടിക്കുന്നത്. ഒരു കുട്ടി ആനയുടെ പാല് കുടിക്കുന്നത്? അതേത് കുട്ടിയാണ് ആനയുടെ പാല് കുടിക്കുന്നത്? ആനക്കുട്ടി. വേണ്ട വേണ്ട വേണ്ട, കൂടുതൽ കളിയാക്കരുത് കേട്ടോ. മാറിക്കേ, നമുക്ക് പഠിക്കാൻ തുടങ്ങാം കേട്ടോ. ആദ്യമായി നമുക്ക് അക്ഷരം പഠിക്കാം. അക്ഷരം പഠിക്കാം. അതൊക്കെ പോട്ടെ. ഇവിടെ ഉള്ള പിള്ളേരെല്ലാം മതി. ഇവിടെ സ്കൂളിൽ നീ മാത്രം വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള പിള്ളേരെല്ലാം മതി. സർക്കാർ ഒരു പെണ്ണിന് ഫീസ് കൊടുത്തില്ലെന്നും പറഞ്ഞ് ആ പെണ്ണ് 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ചത്ത്. ഇപ്പൊ പിള്ളേരെല്ലാം ബസ്സിനും കാറിനും കല്ലെറിയാൻ പോയിരിക്കുക. അത് ശരി, ബസ്സിനും കാറിനും കല്ലെറിയാൻ പോയിരിക്കണം. ചിലപ്പോൾ ഞാൻ നാളെ ലീവ് ആയിരിക്കുവേ. നാളെ നിനക്ക് ലീവാണോ? എന്താ കാര്യം? എന്താ ഇവരെറിഞ്ഞ് പൊട്ടിക്കാത്ത വലിയ കാറ ബസ്സുകൊണ്ട് ഞാൻ നാളെ പോയി എറിയും. വേണ്ട, ഇവിടെ നിന്ന് തന്നെ വിടുവോ നോക്കണ്ട കേട്ടോ. നമുക്ക് അക്ഷരം പഠിക്കാം കേട്ടോ. അക്ഷരം തുടങ്ങുവാണ്. ടാറ്റാ പൂട്ടു ടേട്ടേ ടൈ. പറഞ്ഞു പേടിപ്പിച്ചാണ് നീ അക്ഷരം പഠിക്കുന്നത്. പേടിപ്പിച്ച് നീ അക്ഷരം പഠിപ്പിക്കണ്ട കേട്ടോ. അടുത്ത് നമ്മൾ പറഞ്ഞ കൂട്ടക്ഷരം പഠിക്കാം. എന്താ കൂട്ടക്ഷരം? കൂട്ടക്ഷരം പഠിക്കാം. ഒരു കായുടെ അടിയിൽ ഒരു കായിട്ടാൽ എന്താണ്? ഇക്ക. ഇക്ക. അങ്ങനെയാണെങ്കിൽ മായുടെ അടിയിൽ മായിട്ടാൽ ഉമ്മ, തായുടെ അടിയിൽ തായിട്ടാൽ ഇത്ത. അങ്ങനെയാണെങ്കിൽ പായുടെ അടിയിൽ പായിട്ടാൽ എന്താണ്? അടിപ്പ. സ്കൂളിൽ വരണ്ടായിരുന്നു. എന്തോ വരണ്ടായിരുന്നു? ഒന്നാമതന്നെ കേട്ടോ. ഇനി നമുക്ക് പദ്യം പഠിക്കാം.
പദ്യം പദ്യം മദ്യം എനിക്ക് 2 സ്മോൾ തരണം. എന്റെ ദൈവമേ മദ്യമല്ല പദ്യം പദ്യം. ഓ പദ്യം പാട്ട് പാട്ട് പാട്. ഇന്നലെ പഠിപ്പിച്ചില്ലേ? ആ ചൊല്ലിക്ക്. രാഗിപ്പറക്കുന്ന ചെമ്പരിന്റെ നീ ഉണ്ടോ മാമാങ്ക വേല കണ്ടോ? വേല കട്ട് വിളക്കും കട്ട് കടത്തിന് കട്ട് കപ്പലി കട്ട്. ആഹാ കൊള്ളാമല്ലോ, നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. നീ എന്റെ ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന കൊണ്ടൊന്നും അല്ല, എനിക്ക് വേറെ വിവരമുള്ള ഒരു സാറിന്റെ അടുത്ത് ട്യൂഷനുണ്ട്. വേറെ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടല്ലേ? ഇതിന്റെ അർത്ഥം നമുക്ക് നാളത്തേക്ക് പഠിക്കാം കേട്ടോ. അല്ല സാർ എപ്പോഴും ഉള്ള പദ്യത്തിന് അർത്ഥം പറഞ്ഞു നാളെ പറയാം ഇന്ന് പറയണം. ഇന്ന് പറഞ്ഞു അപ്പൊ നാളെ പഠിക്കാൻ പദ്യത്തിൽ ഇന്ന് പറയണം. എടാ എന്തിനാണ് ആ സാറിനെ പരീക്ഷിക്കുന്നത്? അങ്ങനെയല്ല, പറയണം. അപ്പൊ അർത്ഥം പറയാം. അതായത് റാഗി പറക്കുന്ന ചെമ്പരന്തി നീ ഉണ്ടോ മാമാങ്ക വേല കണ്ടോ? അപ്പൊ വേലയും കണ്ടു വിളക്കും കണ്ടു കണ്ണത്തിനെ കണ്ടു. ഇതിന്റെ അർത്ഥം പറയണം. എന്നാത്തിനാ പറയാ കാര്യം പറയണോ? അർത്ഥം പഠിച്ചാ പോരെ? എന്നാ പറയാ റാഗി പറക്കുന്ന ചെമ്പരന്തി. റാ എന്ന് പറഞ്ഞ റാ കണ്ടില്ലേ? റാ കണ്ടോ? ആ റാ പോലെ പറക്കുന്ന ചെമ്പരന്തി. റാ പോലെ പറക്കുന്ന ചെമ്പരന്തി നീ ഉണ്ടോ? നീ വല്ലതും കഴിച്ചോ? കവിയുടെ വർണ്ണന കണ്ടോ? എന്ത് കണ്ടില്ല? കവിയുടെ വർണ്ണന അതല്ല, കവിയുടെ വർണ്ണന എന്ന് പറഞ്ഞാൽ കവിയുടെ ഭാവന കണ്ടോ? നീ ഉണ്ടോ? നീ വല്ലതും കഴിച്ചോ? മാമാങ്ക വേല കണ്ടോ? മാമാങ്ക വേല എന്ന് പറഞ്ഞാൽ മാമൻ എന്ന് പറഞ്ഞാൽ മാമാങ്ക എന്ന് പറഞ്ഞാൽ മാമന്റെ അങ്ക, അതായത് അമ്മാവന്റെ ഭാര്യയുടെ വേല കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഈ പരുന്ന് പറയാണേ വേലയും കണ്ടു വിളക്കും കണ്ടു കടലത്തിനും കണ്ടു കപ്പലും കണ്ടു. അത്രേ ഉള്ളൂ. ദൈവമേ വൈകി ഇതിലും ഭേദം വല്ല കൂലിപ്പണിക്ക് പോയാൽ മതി. നമുക്ക് വേറെ എക്സാം പഠിക്കാം. നമുക്ക് കണക്ക് പഠിക്കാം. മനസ്സിലായി? കണക്ക് പഠിക്കാം. അല്ല കണക്ക് എന്തെങ്കിലും പഠിക്കാൻ നിനക്ക് നേരത്തെ അറിയാവോ? കണക്ക് ഒരു വലിയ കണക്കായ എനിക്ക് മനസ്സിലായി. കണക്ക് പഠിക്കാം. ഒരു ചാക്കിനകത്ത് 25 തേങ്ങ ഞാൻ എടുത്തു വെച്ചു. ഒരു ചാക്കിനകത്ത് 25 തേങ്ങ എടുത്ത് വെച്ചു. അതിൽ നിന്നൊരു 10 തേങ്ങ ഞാൻ ഒരു ആവശ്യത്തിന് എടുത്ത് മാറ്റി. ബാക്കി എത്ര തേങ്ങ ഇതിനകത്തുണ്ടേ? ഈ ചാക്കിനകത്ത് തേങ്ങ മേടിച്ചു വെച്ചതാരാ? ഞാനാ. ഒരു 10 തേങ്ങ എടുത്ത് മാറ്റിയതാരാ? അത് ഞാനാ. സാറ് വല്ലോണ്ട് തേങ്ങ വെല്ലത്തോട് മാറ്റി വെച്ചിട്ട് അതിന്റെ കണക്ക് ചോദിച്ചു എന്നെ കൺഫ്യൂഷൻ അടുപ്പിക്കല്ലേ? എടാ ഞാനെടുത്ത് വെച്ച കണക്കാ ചോദിച്ചാ മനസ്സിലായോ? ദൈവമേ നീ ഒരു കണക്കാണല്ലോ. ഈ സ്കൂളിൽ ചേരണ്ട. ഈ സ്കൂളിൽ ചേരാതെ പിന്നെ ഏത് സ്കൂളിൽ പോയാ നീ പഠിക്കുന്നത്? വീട് എന്താണ് കാര്യം? നോട്ടീസ് വായിക്കൂ. നാളെയും മറ്റന്നാളും സ്കൂളിന് അവധി. നാളെ മറ്റന്നാൾ അവധിയാണോ? ദൈവമേ 2 ദിവസം ലീവിലൊക്കെ പറയാം. നാളെ മറ്റന്നാൾ നാളെ മറ്റന്നാൾ വേണ്ട തുള്ളിച്ചാറില്ല. നാളെ മറ്റന്നാൾ വീട്ടിൽ നിന്ന് പഠിക്കണതാ. മനസ്സിലായോ? അതൊക്കെ പോട്ടെ. വീണേ ഈ നാളെ മറ്റന്നാൾ എന്താണ് പ്രത്യേകിച്ച് വിശേഷം? എന്താണ്? എന്റെ പൊന്നു സാറേ, നാളെയും മറ്റന്നാളും ശനിയും ഞാനും അല്ലേ? നാളെ മറ്റന്നാളും ശനിയാഴ്ച ഞായറാഴ്ച അവധിയാണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. അവൻ പഠിപ്പിക്കാൻ പറ്റും ഒന്നുകൂടെ കേട്ടോ. അവിടെ നമുക്ക് അടുത്തായിട്ട് വേറെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകണേ. ഇനി നമുക്ക് സ്പോർട്സ് സംബന്ധമായ ഒരു ചോദ്യം ചോദിക്കാം. സ്പോർട്സ് സംബന്ധമായ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 ക്രിക്കറ്റ് താരം ആര്? IM വിജയൻ. IM വിജയനോ? എടാ IM വിജയൻ ക്രിക്കറ്റ് താരമാണോ? എടാ IM വിജയൻ ക്രിക്കറ്റ് താരമല്ല. IM വിജയൻ ഇന്ത്യയിലെ നമ്പർ 1 നീന്തൽ താരമാണ്. മനസ്സിലായോ? ഇതൊക്കെ നീ എന്നാ പഠിക്കുന്നത്? നാളെ പഠിക്കാം. ഇനി നമുക്ക് ബൈബിള് സംബന്ധമായ ഒരു ചോദ്യം ചോദിക്കാം. ബൈബിള് സംബന്ധമായ ചോദ്യം. യേശുവിനെ ഒറ്റിക്കൊടുത്തത് ആരെ? ഞാനൊന്നുമല്ല. യേശുവിനെ ഒറ്റിക്കൊടുത്ത ആരാണ് ചോദിച്ചത്? അപ്പുറത്തെ ക്ലാസ്സിലെ സുനില. എന്റെ ദൈവമേടാ സുനിലും നീ ഒന്നുമല്ല. യേശുവിനെ ഒറ്റിക്കൊടുത്ത ആരാന്ന് വെച്ചാൽ അറിയാൻ വേണ്ടേ? ഇതൊക്കെ എന്നാ നീ പഠിക്കുന്നത്? എടാ യേശുവിനെ ഒറ്റിക്കൊടുത്തത് ഈശോ. മനസ്സിലായോ? പഠിക്കാനും കേട്ടത് കൊന്നുകൾ തന്നെ കേട്ടോ. എടാ നീ ഈ സ്കൂളിൽ എന്തോ യുവജനോത്സവം മത്സരം എന്തൊക്കെ ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേർന്നോ? ഞാൻ യുവജനോത്സവത്തിൽ പാട്ട് ചേരുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് അമ്മ പറഞ്ഞു. ഫസ്റ്റ് കിട്ടുന്ന പറഞ്ഞു. അമ്മ മാത്രം പറഞ്ഞാൽ പോരെ, എനിക്കൂടെ ആ തോന്നണം ഫസ്റ്റ് കിട്ടുമല്ലോ. അത് എന്തിനാ ചേർന്നിരിക്കുന്നത്? ഞാൻ ലളിതഗാനത്തിന് ചേർന്നിട്ടുണ്ട്. ലളിതഗാനം ഒരു ലളിതഗാനം പാടിക്കും, ഞാനൊന്ന് കേൾക്കട്ടെ. വൈശാഖസന്ധി ചുണ്ടിലെന്തി ആറുമുച്ചാക്കി തന്നെ തീർക്കാന്തിയോ ഓമളേ നീ. ഇതാണോ ലളിതഗാനം? ഇത് ലളിതഗാനാണോ? ഇത് ചലച്ചിത്രഗാനമല്ലേ? ഇതിന് നിനക്ക് പ്രൈസ് ഒന്നും കിട്ടത്തില്ല. അത് വേറെ എവിടെ ചേർന്നു? വേറെ കഥ പറച്ചിൽ മത്സരത്തിന് ചേർന്നിട്ടുണ്ട്. കഥ പറച്ചിൽ മത്സരം കൊള്ളാം. ഒരു കഥ പറഞ്ഞു നോക്കട്ടെ. അതിന് പ്രൈസ് കിട്ടുമെന്ന് അറിയണം. മാന്യ സദസ്സിന് നമസ്കാരം. നമസ്കാരം. അത് കറക്റ്റാ. ഞാനിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് സ്ഥലം.
സ്ഥലം, കഥയുടെ പേര് സ്ഥലം. നല്ല പേരാണ്. പറയൂ. ഒരു സ്ഥലത്തൊരു സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്തുള്ളവർ വേറെ സ്ഥലത്ത് എന്ന് കുറച്ച് സ്ഥലം മേടിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് ചെല്ലും. അപ്പൊ ആ സ്ഥലത്തുള്ളവർ പറയും ഇവിടെയൊക്കെ നല്ല സ്ഥലം കിട്ടുകയില്ല, ഇതിനെക്കാട്ടി നല്ല സ്ഥലം വേറെ സ്ഥലത്ത് കിട്ടുമെന്ന്. അങ്ങനെ ആ സ്ഥലത്തുള്ളവർ ഈ സ്ഥലത്തുള്ളവരും എല്ലാം കൂടെ വേറെ സ്ഥലം നോക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് തന്നെ. അപ്പോൾ ആ സ്ഥലത്തുള്ളവർ പറയും ഇതിനെക്കാട്ടി നല്ല സ്ഥലം അപ്പുറത്ത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ആ സ്ഥലത്തുള്ളവർ ഈ സ്ഥലത്തുള്ളവർ സ്ഥലം കുറച്ചു നേരം കേട്ടോ. സ്ഥലം സ്ഥലത്തിന്റെ കഥ മാത്രമല്ലോ. എടാ നിന്റെ ഈ സ്ഥലത്തിന്റെ കഥ പറയാനുള്ള സ്ഥലമല്ല ഇതാ, ഇത് വേറെ സ്ഥലം. മനസ്സിലായോ? നിന്റെ കഥ പറയാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് വേറെ സ്ഥലം. അതാണ് തലസ്ഥാനം. മനസ്സിലായോ? സ്ഥലം. പിന്നെ വന്നവൻ എന്താണ് കാര്യം? നോട്ടീസ് ഉണ്ട്. വീണ്ടും നോട്ടീസ്. അതെന്താണ്? നോട്ടീസ് ഉണ്ട്. കൊണ്ട് നീ നിനക്ക് മലയാളം അക്ഷരത്തിൽ പുറകോട്ടാണ്. മലയാളത്തിൽ പുറകോട്ട്. നീ ഒന്ന് വായിച്ചേ. നീ ഒന്ന് വായിച്ചാ മലയാളത്തിൽ നിനക്ക് അക്ഷരങ്ങൾ അറിയാവുന്നല്ലോ. വായിച്ചേ. സമയം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ 12 നിമിഷം. എവിടെയോ ഒരു കാലം പട്ടി ഓലിയിട്ടു. രാത്രിയുടെ 2ാം യാമം. വീണ്ടും എവിടെയോ ഒരു കാലം പട്ടി ഓലിയിട്ടു. കൂമൻ മൂളി, ഞാൻ മുള്ളി. രാത്രിയുടെ 3ാം യാമം. വീണ്ടും എവിടെയോ ഒരു കാലം പട്ടി ഓലിയിട്ടു. കടവാവലികൾ ചിറകടി ശബ്ദത്തോടെ പറന്നുപോയി. ഞാൻ ഉറക്കമുണർന്നു. താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് നടന്നു. മുകളിലത്തെ നിലയിലെ 3ാമത്തെ റൂമിന്റെ വാതിക്കൽ ഞാൻ നിന്നു. ജനൽപ്പാളി പതിയെ തുറന്നു. അകത്തു നിന്നും പുറത്തേക്ക് വന്ന കാറ്റിൽ നിന്നും എനിക്ക് സംഗതി പിടികിട്ടി. എൻ്റെ മകന് വയറ്റിളക്കമാണ് സാർ, 2 ദിവസത്തേക്ക് ക്ലാസ്സിൽ വരില്ല എന്നവൻ്റെ രക്ഷകർത്താവും ഡിറ്റക്റ്റീവ് നോവലിസ്റ്റുമായ കോട്ടയം പുഷ്പനാഥ്. സാറേ ഇത് ലീവ് ലെറ്ററാ സാറേ. എൻ്റെ ദൈവമേ, സാറ് തട്ടിയെന്നാ തോന്നുന്നത്. നാളെ മറ്റന്നാളും സ്കൂളിന് അവധിയാണ്.